ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷോർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മുതൽ നമ്മൾക്ക് ഈ 2025 ഓഗസ്റ്റ് മാസം 24 നടക്കാൻ പോകുന്ന സെറ്റ് ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീരീസിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ ഒരു ലിറ്റ്ഷർ ഫാമിലിയിലെ ചാനൽ ഫോളോ ചെയ്ത ഒരാളാണെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കാവുന്നതാണ്. ഇതിനു മുമ്പുള്ള പ്രധാനപ്പെട്ട വർഷങ്ങളിൽ സെറ്റ് ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പ് നമ്മൾ പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ നടത്തിയിരുന്നു. ആ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസ് ഓപ്പൺ ടു ഓൾ ആസ്പിരൻസ് ആണ്, വിത്തൗട്ട് എനി ഫീ ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഇതിന് മുൻ വർഷങ്ങളിൽ ആ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസ് മാത്രം ഫോളോ ചെയ്ത് തന്നെ പഠിച്ചു പോയ കുട്ടികൾക്ക് പരീക്ഷ പാസ്സാവാൻ സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനേ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, പൊള്ളയായ വാഗ്ദാനമല്ല. കുട്ടികൾ നമ്മളോട് പാസ്സായി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ആത്മവിശ്വാസത്തിൽ നിന്നാണ് വീണ്ടും വരുന്ന വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻസും എക്സാമുകൾക്കൊക്കെ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ നടക്കാനായി പോകുന്ന എക്സാം, സെറ്റ് ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി ഒരു തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസിൻ്റെ ഈ ഒരു വർഷത്തെ സീസൺ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി തുടർന്നുള്ള എല്ലാ ദിവസവും എക്സാമിൻ്റെ ആ ഒരു ടൈം വരെ നമ്മൾ പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസ് ഡിഫറെൻറ്റ് പാർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പാർട്ട് പോലും മിസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്, പ്രധാന ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമാണ് ലിറ്റ്ഷോർ അക്കാഡമി. അപ്പോൾ ഈ ലിറ്റ്ഷോർ അക്കാഡമിയിലൂടെ പ്രധാനമായിട്ട് സെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2, അതോടൊപ്പം തന്നെ സെറ്റ് ജനറൽ പേപ്പർ 1ൻ്റെ കോച്ചിങ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 1, അതായത് ജനറൽ പേപ്പറും നെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2 മെയിനും പേപ്പറിൻ്റെ കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. കോച്ചിങ് ആയിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചിലപ്പോൾ ചിലർ സെറ്റ് ഇംഗ്ലീഷിൻ്റെ ഒക്കെ കാര്യത്തിൽ മനസ്സിലാക്കുക, 2025 ഈ ഒരു എക്സാമിന് എനിക്ക് സമയമില്ല പഠിക്കാൻ, 2026 ജനുവരിയിലുള്ള എക്സാമിന് ഇപ്പോഴേ എനിക്ക് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ അവർക്കുള്ള ഓപ്ഷൻ ഒരു കോച്ചിങ് നമ്മളിപ്പോഴേ തുടങ്ങാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആരെയും താല്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതെന്ന് ആലോചിക്കുക. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു പാർട്ട് 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ലിറ്റ്ഷോർ ഫാമിലിയുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയും നമ്മൾ ഈ പറഞ്ഞ പോസിബിൾ ക്വസ്റ്റ്യൻസും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും സെറ്റ് ആൻഡ് നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പിൻ ചെയ്ത് തന്നിരിക്കുന്ന നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് തന്നിരിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ചാനൽ വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ഒരു 7 to 7:30 എന്ന രീതിയിൽ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നമുക്ക് നിങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള രൂപയോ മറ്റൊരു തരത്തിലുള്ള ഒരു കാര്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആകെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് മാത്രമാണ്. നമ്മൾ ഈ തരുന്ന വീഡിയോസിനും നിങ്ങൾ തരുന്നതായിട്ടുള്ള വാല്യുബിൾ കമൻസ് നമ്മൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോസ് അത്യാവശ്യം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ കൂടി ഒന്ന് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇത്ര മാത്രമാണ് നമ്മൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യം. ഇനി കൂടുതൽ സമയം ഈ ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ കൂട്ടുന്നില്ല. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജോൺ ഡ്രൈഡൻ ഇൻ ഹിസ് ഹീറോയിക് ട്രാജഡി ഓൾ ഫോർ ലവ് ടേക്സ് എ സ്റ്റോറി ഓഫ് ഷേക്സ്പിയേഴ്സ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ ആ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ജോൺ ഡ്രൈഡൻ അദ്ദേഹത്തിൻ്റെ ഹീറോയിക് ട്രാജഡി ആയിട്ടുള്ള ഓൾ ഫോർ ലവ് എന്ന് പറയുന്ന പ്ലേയുടെ കഥയുടെ ഇതിവൃത്തം ഏത് വർക്കിൽ നിന്നാണ്, ഷേക്സ്പിയറിൻ്റെ തന്നെ ഏത് പ്ലേയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ട്രോയിലസ് ആൻഡ് ക്രെസീഡ, ദെൻ മെർച്ചൻ്റ് ഓഫ് വെനീസ്, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, മെഷർ ഫോർ മെഷർ. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര. കുറച്ച് ലോജിക്ക് ഉപയോഗിച്ചാൽ തന്നെ ഇതെന്ത് ചെയ്യാം, ക്ലിയർ ആക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ നോട്ടിലേക്ക് അത് എഴുതി അത് കൃത്യമായി പഠിക്കുക. കാരണം ഇനി വരുന്ന പാർട്ടുകളിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുത്തും. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ആ ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചില്ലെങ്കിൽ പോലും ഡിഫറൻ്റ് ആയിട്ട് ആ ഓപ്ഷൻസ് റിലേറ്റ് ചെയ്ത് റീറ്റെയിൻ ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഘടന ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റിയ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദ്യം വരാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇതേ ചോദ്യം പറഞ്ഞ നിർബന്ധമില്ല, പക്ഷേ പോസിബിലിറ്റി, ആ ഒരു പോസിബിലിറ്റി, ആ ഒരു പ്രോബിലിറ്റി നമ്മൾ തള്ളിക്കളയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വരാം. അപ്പോൾ അതെന്ത് ചെയ്യാം, എന്തായാലും പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോസ് കാണുന്നത് അവർക്ക് ഉപകാരപ്രദമാകും. ആ ഒരു തിരിച്ചറിയിൽ നിന്നാണ് വീഡിയോസ് ചെയ്യുന്നത് മാത്രം മനസ്സിലാക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാമുവൽ പെപ്പീസ് കെപ്റ്റ് ഹിസ് ഡയറി ഫ്രം.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സിലബസ് നോക്കിയാൽ സാമുവൽ പെപ്പിയെ കാണാം. അദ്ദേഹത്തിൻ്റെ ഡയറി എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അദ്ദേഹം ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയുള്ള കാലയളവിലാണ് ഡയറി റൈറ്റിംഗ് നടത്തിയിരുന്നത്? പ്രധാനമായിട്ട് മനസ്സിലാക്കുക ഓപ്ഷൻ എ ആണ്. 1660 to 1669 ആണ്. അതിൽ വേറൊരു രീതിയിൽ ചിലപ്പോൾ ചോദ്യം വരാം. അതായത് ഇതുപോലെ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കേണ്ടതാണ്. ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടൻ ഇല്ലെങ്കിൽ എന്താ ഗ്രേറ്റ് ഫയർ, ഈ ഇൻസിഡൻസ് ഒക്കെ കവർ ചെയ്ത ഡയറിസ്റ്റ് ആരാണെന്ന് ചിലപ്പോൾ ചോദ്യം വരാം. അത് മറ്റാരുമല്ല, സാമുവൽ പെപ്പിയാണ്. സോ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലാണ്. ഫസ്റ്റ് ലിസ്റ്റിൽ ക്രിട്ടിക്കിൻ്റെ പേരും സെക്കൻഡ് ലിസ്റ്റിൽ തിയറിയുമാണ്. ഇല്ല തിയറിസ്റ്റും തിയറിയുമാണ്. സോ ക്ലങ്ക് ബ്രൂക്സ് ഉണ്ട്, വില്യം എംസൺ ഉണ്ട്, മാർക്ക് സ്കോറർ ഉണ്ട്, മോഡ് ബോഡ്കിൻ ഉണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ആൻസർ നോക്കി എന്നിട്ട് അതിൽ കറക്റ്റ് പറയാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓപ്ഷൻ ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരും? ഓപ്ഷൻ എ ആണ്. അതായത് ക്ലങ്ക് ബ്രൂക്സ് അദ്ദേഹത്തിൻ്റെ ഏതാണ് തിയറി? ക്ലങ്ക് ബ്രൂക്ക് എന്ന് പറയുന്ന തിയറിസ്റ്റിൻ്റെ തിയറി എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്, പാരഡോക്സ് ആണ്. എ എന്ന് പറഞ്ഞ 2നും ബി വില്യം എംസൺ ഏതാ 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റി എന്നൊരു വർക്ക് എഴുതി തന്നെ ആരാ? വില്യം എംസൺ. സോ തിയറി ആംബിഗ്വിറ്റി. തേർഡ് വൺ മാർക്ക് സ്കോറർ ആണ്, ഓപ്ഷൻ 4 ആണ്. അതായത് ടെക്നിക്സ് ഡിസ്കവറി ആണ്. ഫോർത്ത് ഓപ്ഷൻ ഡി മോഡ് ബോഡ്കിൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം, അല്ലെങ്കിൽ ആർക്കിടൈപ്പൽ പാറ്റേൺസ് ഇൻ പോയട്രി ആണ്. ചെറിയ ടൈപ്പിംഗ് ഉണ്ട് ഇവിടെ. സോ ഇത്രയും ക്രിട്ടിക്കും അവരുടെ തിയറിയും തിയറിസ്റ്റും ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. നിർബന്ധമായിട്ട് നോക്കേണ്ട സെക്ഷൻ തന്നെയാണെന്ന് മനസ്സിലാക്കാം. സോ ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചോസേഴ്സ് ഫസ്റ്റ് വർക്ക് ദ ബുക്ക് ഓഫ് ദ ഡച്ചസ് ഈസ് എ ഡ്രീം പോയം ഓൺ ദ ഡെത്ത് ഓഫ്. അതായത് ചോസർ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്കായിട്ട് കരുതപ്പെടുന്ന ദ ബുക്ക് ഓഫ് ദ ഡച്ചസ് എന്ന് പറയുന്ന വർക്ക് ആരുടെ മരണവുമായി ബന്ധപ്പെട്ടില്ല, ആരുടെ വിയോഗവുമായി ബന്ധപ്പെട്ടാണ് എഴുതിയിരിക്കുന്നത്? ഇല്ല അതിലെ കഥ ആരുടെ വിയോഗമാണ്? പ്രധാനമായിട്ടും ഓപ്ഷൻ ബി ആണ്, ദ ഡച്ചസ് ഓഫ് ലങ്കാസ്റ്റർ ആണ്. അതായത് ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കി മനസ്സിലാക്കുക, ലങ്കാസ്റ്റർ, ദ ഡച്ചസ് ഓഫ് ലങ്കാസ്റ്റർ മരണപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു ഡ്യൂക്ക് ഇല്ലെങ്കിൽ എന്താ ഈ ഡച്ചസിൻ്റെ ഭർത്താവായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ചോസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെൻറ്ററായിട്ടാണ് കരുതപ്പെടുന്നത്. അദ്ദേഹമാണ് ചോസറിനോട് ആവശ്യപ്പെടുന്നത്, എൻ്റെ ഭാര്യയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിയോഗവുമായി ബന്ധപ്പെട്ട് ഒരു പോയം എനിക്ക് എഴുതി തരാമോ? ആ ഒരു റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ജോഫ്രി ചോസർ എന്ന് പറയപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്ക് ഓഫ് ലിറ്ററേച്ചർ എന്ന രീതിയിൽ കരുതപ്പെടുന്ന ഈ ഒരു ബുക്ക് ഓഫ് ദ ഡച്ചസ് എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ ഒരു റിലേറ്റഡ് ഫാക്ട്സും നിർബന്ധമായിട്ട് നോക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു മെൻറ്ററിൻ്റെ പേര് ജോൺ ഓഫ് ഗോണ്ടൻ എന്നാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതൊന്ന് കൺഫേം ആക്കിയിട്ട് നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള കമൻറ്റ് സെക്ഷൻ, കമൻറ്റ് ബോക്സും നമ്മൾ അതിൽ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്, കമൻസും പ്രതീക്ഷിക്കുകയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Alexander Pope revised the Rape of the Lock 3 times. In the final revision of the poem in 1770, he inserted a speech by. പ്രധാനമായിട്ട് മനസ്സിലായി അലക്സാണ്ടർ പോപ്പ്. അദ്ദേഹം ജനിച്ചു വളർന്ന കാലഘട്ടം ഏതാണ്? ലിറ്ററേച്ചറുമായിട്ട് നിയോ ക്ലാസിക്കൽ പീരീഡ് ആണ്. സോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് ഏത്? ദ റേപ്പ് ഓഫ് ദ ലോക്ക്. പ്രധാനമായിട്ട് 3 പ്രാവശ്യങ്ങളായിട്ട് ആ വർക്ക് റിവൈസ് ചെയ്തിരുന്നു. അതിൽ വരുന്ന ലാസ്റ്റ് വേർഷൻ, അതായത് ഫൈനൽ റിവിഷൻ നടന്നിട്ടുള്ള 1717 അതിലൊരു ചെറിയൊരു മാറ്റം കൂടി വന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് അതിലൊരു ക്യാരക്ടറായിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്പീച്ച് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്പീച്ച് പറഞ്ഞ വ്യക്തി ആരാണെന്നാണ്, ഇല്ലെങ്കിൽ ആരുടെ സ്പീച്ചാണ് അതിൽ ലാസ്റ്റ് റിവിഷൻ ചെയ്തപ്പോൾ ആഡ് ചെയ്തത്? ഓപ്ഷൻ ഏതാ? ഇപ്പം നിങ്ങൾ തന്നെ ആൻസർ പറയുന്നുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഓപ്ഷൻ ബി ആണ്, ക്ലാരിസ. പ്രധാനപ്പെട്ട ഒരു അതിലൊരു ക്യാരക്ടറാണ്. അവർ അവസാനം ഒരു സ്പീച്ച് കൂടി ഈ ലാസ്റ്റ് റിവിഷൻ്റെ സെക്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ 6th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഷേക്സ്പിയേഴ്സ് മാക്ബത്ത് ഹൂ വാസ് അൺടൈംലി റിപ്ഡ് ഫ്രം ഹിസ് മദേഴ്സ് വൂം. അങ്ങനെ പറയുന്ന മാക്ബത്തിൽ ഈ രീതിയിലുള്ളൊരു വിശേഷണം കിട്ടിയുള്ള ക്യാരക്ടർ ആരാണ്? ഓപ്ഷൻ ബി ആണ്, മാക്ഡഫ് ആണ് അതിൻ്റെ ആൻസർ. സോ മാക്ബത്ത് എന്ന് പറഞ്ഞ വർക്ക് ഉണ്ട്, അതിൽ മാക്ഡഫ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുക, അൺടൈംലി റിപ്ഡ് ഫ്രം ഹിസ് മദേഴ്സ് വൂം. ആ ഒരു സമയം ചക്രം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആ ഒരു ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്ന വ്യക്തി ആരാന്നാണ് മനസ്സിലാക്കേണ്ടത്. 7th ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ക്രൊണോളജിക്കൽ സീക്വൻസസ് ഓഫ് പബ്ലിക്കേഷൻ. ഇതെല്ലാ എല്ലാ പരീക്ഷയ്ക്കും നെറ്റിൻ്റെ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു രീതിയാണ്. അറേഞ്ച് ചെയ്യുക, ഇല്ലെങ്കിൽ ക്രൊണോളജി ഓഫ് പബ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ആ വർക്കുകൾ അറേഞ്ച് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന വർക്കുകൾ ഏതൊക്കെയാണ്? പാരഡൈസ് ലോസ്റ്റ് ഉണ്ട്, ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഉണ്ട്, ആൻഡ് എസ്സേ കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മാക് ഫ്ലെക്നോട്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് നോക്കിയാൽ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ബേക്കൺ 16th century കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടും. ദെൻ പാരഡൈസ് ലോസ്റ്റ് ബൈ ജോൺ മിൽട്ടൺ ഉണ്ട്, മാക് ഫ്ലെക്നോ എന്ന് പറഞ്ഞ വർക്ക് ഉണ്ട്,
ഡ്രൈഡൻ ഉണ്ട്. ആൻ എസ്സേ കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ജോൺ ലോക്ക് ഉണ്ട്. സോ ഈ പറയപ്പെടുന്ന രീതിയിൽ കാലഘട്ടം ഈ രീതിയിലാണ് മനസ്സിലാക്കണം. ഇതിനനുസരിച്ച് വേണം ആ ചോദ്യത്തിന് ആൻസർ കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. From among the following, who are the Dashwood sisters in Jane Austen's Sense and Sensibility? Sense and Sensibility എന്ന നോവലിൽ ജെയിൻ ഓസ്റ്റൻ എഴുതിയിട്ടുള്ള ആ നോവലിൽ ഡാഷ്വുഡ് സിസ്റ്റേഴ്സ് ആയിട്ട് കരുതപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ആരൊക്കെ ഓപ്ഷൻ തന്നെ? എലിനോർ, മേരി ആൻ, മേരി അമാൻഡ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1 and 2 ആണ്. അതായത് എലിനോറും ദെൻ മേരി ആനുമാണ് ഇതിൻ്റെ ഡാഷ്വുഡ് സിസ്റ്റേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ഓർ ഡീറ്റെയിൽഡ് അണ്ടർ ദ നോവൽ ടൈറ്റിൽഡ് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി. 9th ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ ഓതർ ഓഫ് ദ പോയം ദ ഡിഫെൻസ് ഓഫ് ലക്നൗ? പ്രധാനപ്പെട്ടൊരു വർക്കാണ്. ഡീലിംഗ് വിത്ത് ദ സീജ് ഓഫ് ലക്നൗ, വൺ ഓഫ് ദ ടെറിബിൾ ഇൻസിഡൻസ് ഓഫ് ദ ഇന്ത്യൻ മ്യൂട്ടിനി. ഗിവൺ ഓപ്ഷൻസ് ആർ റുദ്യാർഡ് കിപ്ലിംഗ്, എഡ്വേർഡ് ലിയർ, ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ, റോബർട്ട് ബ്രൗണിംഗ്. ആരാ അതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ എഴുതിയിട്ട് പ്രധാനപ്പെട്ട വർക്കാണ് ദ ഡിഫെൻസ് ഓഫ് ലക്നൗ. മറന്നു പോകരുത്. So then 10th question. Identify from the following the work Neeraj C. Chowdhury called the finest novel in the English language with an Indian theme. Indian തീമോട് കൂടിയ ഫൈനസ്റ്റ് നോവൽ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അത് ഏതാണ്? കിം ഉണ്ട്, എ പാസേജ് ടു ഇന്ത്യ ഉണ്ട്, ട്രെയിൻ ടു പാകിസ്ഥാൻ, പ്രൈവറ്റ് ലൈഫ് ഓഫ് എൻ ഇന്ത്യൻ പ്രിൻസ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കിം ആണ്. സോ കിം ബൈ റുദ്യാർഡ് കിപ്ലിംഗ്. അപ്പോൾ ഇതുപോലുള്ള റിലേറ്റഡ് ഫാക്ട്സ് നിർബന്ധമായിട്ട് നോക്കുക. സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പാർട്ട് 1 നമ്മൾ പ്രധാനമായിട്ട് 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ കണ്ട ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ നോട്ട്സ് തയ്യാറാക്കി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ നോട്ട്സിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല, നമ്മൾ അതിനോടൊപ്പം പറയുന്ന റിലേറ്റഡ് ഫാക്ട്സും ആഡ് ഓൺ ചെയ്യുക. സോ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നാളത്തെ ഈ ഒരു ടൈമിൽ നമ്മൾ അടുത്ത പാർട്ട് 2 വരുന്നതാണ്. സോ അതുവരെ നമ്മുടെ ഈ ഒരു വീഡിയോ ചാനലും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസും, കാരണം കൂടുതൽ കമൻസും വ്യൂസും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന് അതായത് ഒരു താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ആ ഒരു അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അതുവഴി കൂടുതൽ കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആക്കുക, ഇല്ലെങ്കിൽ കമൻറ്റ്സ്, വാല്യുബിൾ കമൻറ്റ്സ് ഷെയർ ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോൺടാക്റ്റ് നമ്പർ വഴി നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷോർ അക്കാഡമി. താങ്ക് യു.